ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൺജക്ഷൻ വേർഡാണല്ലേ. കൺജക്ഷനിൽ കോർഡിനേറ്റീവ് കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സബോർഡിനേറ്റീവ് കൺജക്ഷനാണ്. ഈ സബോർഡിനേറ്റീവ് കൺജക്ഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. കാണാത്തവർ തീർച്ചയായിട്ടും കാണാം കേട്ടോ. ഇന്ന് പറയാൻ പോകുന്നത് സോ ദാറ്റ് ആണ്. സോ ദാറ്റ് ഒരു സബോർഡിനേറ്റീവ് കൺജക്ഷനാണ്. അപ്പോൾ സബോർഡിനേറ്റിംഗ് കൺജക്ഷനിൽ സോ ദാറ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അത് സോ ദാറ്റും ഉണ്ട്, സോ ദാറ്റും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതുകൊണ്ട് അല്ലെങ്കിൽ വളരെയധികം എന്നൊക്കെ പറയാനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കോർഡിനേറ്റീവ് കൺജക്ഷനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സോ ദാറ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. അതായത് സോ യൂസ് ചെയ്യുന്ന എല്ലാ കേസിലും നമുക്ക് സോ ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് നാളെ ലീവ് എടുക്കണം, അതിനാൽ ഞാൻ ഇന്ന് വൈകിയാണ് പോകുന്നത് അല്ലേ. എനിക്ക് നാളെ ലീവ് എടുക്കണം. ഇപ്പം നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാളെ ലീവ് എടുക്കാനുണ്ടാകും. ആ സമയത്ത് നമ്മൾ ഇന്നത്തെ വർക്ക് എന്ത് ചെയ്യും? കുറച്ചും കൂടി കൂട്ടിയെടുക്കും അല്ലേ. അങ്ങനെ ചെയ്യുന്നൊരു കേസ് ഉണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, എനിക്ക് നാളെ ലീവ് എടുക്കണം, അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ ഇന്ന് വൈകിയാണ് പോകുന്നത് എന്ന് പറയുമ്പം നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം? ഐ ഹാവ് ടു ടേക്ക് ലീവ് ടുമോറോ സോ ദാറ്റ് ഐ ആം ലീവിങ് ലേറ്റ് ടുഡേ. ഐ ഹാവ് ടു ടേക്ക് ലീവ് ടുമോറോ, എനിക്ക് നാളെ ലീവ് എടുക്കണം. സോ ദാറ്റ് അവിടെ സോ എന്ന് മാത്രം യൂസ് ചെയ്തുകൊണ്ടും മീനിങ്ങിലൊരു കുഴപ്പം വരാനില്ല കേട്ടോ. അപ്പോൾ സോ ദാറ്റ് നമ്മൾ പഠിക്കുമ്പോൾ സോ ദാറ്റ് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ സോ ദാറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, സോ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഐ ഹാവ് ടു ടേക്ക് ലീവ് ടുമോറോ സോ ദാറ്റ് ഐ ആം ലീവിങ് ലേറ്റ് ടുഡേ. എനിക്ക് നാളെ ലീവ് എടുക്കണം, അതിനാൽ ഞാൻ ഇന്ന് വൈകിയാണ് പോകുന്നത്. ക്ലിയർ? അതുപോലെ വേറൊരു സെൻറ്റൻസ് നോക്കൂ. അവളുടെ വിവാഹം കഴിഞ്ഞു, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ അവൾക്ക് ജോലിക്ക് വരാൻ കഴിയില്ല എന്നെങ്ങനെ പറയും? ഹർ വെഡ്ഡിങ് ഈസ് ഓവർ സോ ദാറ്റ് ഷീ കാൺറ്റ് കം ടു വർക്ക്. ഹർ വെഡ്ഡിങ് ഈസ് ഓവർ, അവളുടെ വിവാഹം കഴിഞ്ഞു, സോ ദാറ്റ് ഷീ കാൺറ്റ് കം ടു വർക്ക്, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ അവൾക്ക് ജോലിക്ക് വരാൻ കഴിയില്ല. നെക്സ്റ്റ്, നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുടയെടുത്തു. ഇത് നമുക്ക് സോ ദാറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം? ഇറ്റ്സ് റെയിനിങ് എ ലോട്ട് സോ ദാറ്റ് ഐ ടുക്ക് ആൻ അംബ്രല്ല. ഇറ്റ്സ് റെയിനിങ് എ ലോട്ട്, നല്ല മഴ പെയ്യുന്നുണ്ട്, സോ ദാറ്റ് അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ ഐ ടുക്ക് ആൻ അംബ്രല്ല, ഞാൻ കുടയെടുത്തു. അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുന്ന ആ കേസിലൊക്കെ നമുക്ക് സോ ദാറ്റ് എന്ന് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ സോ ദാറ്റ് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യും. എങ്ങനെ? സോക്ക് വേറൊരു മീനിങ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, വളരെയധികം എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളെങ്ങനെ യൂസ് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഞാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് ഞാൻ വേഗം ഉറങ്ങി. ഞാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് ഞാൻ വേഗം ഉറങ്ങി. ഞാൻ വളരെ ക്ഷീണിതനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പഠിച്ചു കഴിഞ്ഞത്? ഐ ആം സോ ടയേർഡ് അല്ലേ. ഐ ആം സോ ടയേർഡ്, ഞാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് ഞാൻ വേഗം ഉറങ്ങി. ദാറ്റ് ഐ ഫെൽ അസ്ലീപ്പ് ക്വിക്കലി. അപ്പം എങ്ങനെ പറയുക? ഐ ആം സോ ടയേർഡ് ദാറ്റ് ഐ ഫെൽ അസ്ലീപ്പ് ക്വിക്കലി. ഞാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് ഞാൻ വേഗം ഉറങ്ങി. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ വളരെ സന്തോഷത്തിലാണ്, അതുകൊണ്ട് എനിക്കവിടെ പോകാൻ കഴിഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തിലാണ്, അതുകൊണ്ട് എനിക്കവിടെ പോകാൻ കഴിഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഐ എം സോ ഹാപ്പി. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ഗോ ദർ. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ഗോ ദർ. ഞാൻ വളരെ സന്തോഷത്തിലാണ്, അതുകൊണ്ട് എന്ന് പറയുമ്പം നമുക്കവിടെ ദാറ്റ് എന്ന് യൂസ് ചെയ്യാം. ഐ കുഡ് ഗോ ദർ, എനിക്കവിടെ പോകാൻ കഴിഞ്ഞു.
ഇനി നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ വളരെ വിഷമത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ദുഃഖത്തിലാണ്, ഞാൻ സങ്കടത്തിലാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഐ എം സോ സാഡ്, ഐ എം സോ സാഡ്, ഞാൻ വളരെ വിഷമത്തിലാണ്, അതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും? ഐ എം സോ സാഡ് ദാറ്റ് ഐ കുഡിൻറ്റ് സീ ഹർ. ഐ എം സോ സാഡ്, ഞാൻ വളരെ വിഷമത്തിലാണ്, ദാറ്റ് ഐ കുഡിൻറ്റ് സീ ഹർ, അതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. അവിടെയും നമ്മൾ സോ ദാറ്റ്, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം, വളരെ, അതുപോലെ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എപ്പോഴും നിന്നെ കാണണം. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എപ്പോഴും നിന്നെ കാണണം എന്നിങ്ങനെ പറയും. ഐ ലവ് യു സോ മച്ച് ദാറ്റ് ഐ വോണ്ട് ടു സീ യു ഓൾ ദ ടൈം. ഐ ലവ് യു സോ മച്ച് ദാറ്റ്, അതുകൊണ്ട്, ഐ വോണ്ട് ടു സീ യു ഓൾ ദ ടൈം. എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഐ ലവ് യു സോ മച്ച് അല്ലേ. ദാറ്റ് ഐ വാണ്ട് ടു സീ യു ഓൾ ദ ടൈം, അതുകൊണ്ട് എപ്പോഴും നിന്നെ കാണണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സോ ദാറ്റും യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട്, നമ്മൾ സോ യൂസ് ചെയ്യുന്ന എല്ലാ കേസിലും നമുക്ക് സോ ദാറ്റും യൂസ് ചെയ്യാം. അതുപോലെ സോ ദാറ്റ് എന്ന് യൂസ് ചെയ്യുമ്പം സോ വളരെയധികം, ദാറ്റ് അതുകൊണ്ട്, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഗ്രാമർ പഠിക്കുന്നവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല